ഹലോ. ഇത്രയും ദിവസം ലീവൊക്കെ എടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ശിവക്കുട്ടനും ക്ലാസ്സിലെ ചേട്ടായിക്കാണെങ്കിൽ സ്കൂൾ ട്രിപ്പും ഇല്ല കേട്ടോ. ഇവർ രണ്ടുപേരും വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ രണ്ടാളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ അവരെ കൊണ്ടാക്കിയിട്ട് അവർ വീട്ടിലേക്ക് പോയി. എൻ്റെ ബസ് വരാൻ സമയമാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ വന്നിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. തലമുടിയൊക്കെ ഒന്ന് ഏരി പുട്ടപ്പ് ചെയ്തു, പിന്നെ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ. പിന്നെ അങ്ങനെ വൈകുന്നേരം എനിക്ക് ഹോസ്പിറ്റലിൽ ചാടാൻ ഭയങ്കര ഒരു ആവേശമുണ്ട്. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൈഡ് സീറ്റ് കിട്ടിയ അത്രയും ഒരു സന്തോഷം വേറെ ഒന്നും ഇല്ല കേട്ടോ. എനിക്കും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സൈഡിലൊക്കെ ചാരി കിടന്ന് ഉറങ്ങണം കേട്ടോ. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ ശിവക്കുട്ടനും മിഠായി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കുറേ വാരി പറക്കി എടുക്കണ്ട, പക്ഷെ നോറിനെടുക്കാനേ സമ്മതിച്ചുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴാണെങ്കിലോ ഇതിലും വലിയൊരു സന്തോഷം. കാരണം ഇത്രയും ദിവസം കറണ്ട് ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ആ കറണ്ട് കണ്ടപ്പോൾ എന്തോ ഒരു മനസ്സുഖം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കനൊന്ന് കുളിപ്പിക്കലാണ്. ഇപ്പോൾ അവൻ ഭയങ്കര അടവ് പിടിച്ചേക്കുവാണെന്നേ. അച്ഛൻ കുളിപ്പിക്കാൻ വരുമ്പോൾ പറയും അമ്മ കുളിപ്പിച്ചോളും, എനിക്ക് അമ്മയുടെ കൂടെ കുളിക്കണതാണ് ഇഷ്ടം, എനിക്ക് അമ്മേനെയാണ് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടവാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം കുളിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കുറച്ച് നേരം കളിക്കണം, രസിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവനെ കുളിപ്പിച്ചെടുക്കുന്നത് തന്നെ ഒരു പണിയാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കൂടെ ഇങ്ങനെ കുഞ്ചി കളിക്കാനൊക്കെ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അവൻ പറയണേ എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് വേഗം തന്നെ ഫുഡ് തന്നെ, എനിക്ക് ഇറച്ചി മീനൊന്നും വേണ്ട, പയറ് കൂട്ടി മാത്രം ചോറ് തന്നാൽ മതി കേട്ടോ എന്ന്. ഇവൻ എന്തോ സസ്യബുക്കായി പോയി. സാധാരണ പിള്ളേർക്കൊക്കെ ഇറച്ചി മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇവന് ഇലക്കറികളും പയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് നിർബന്ധിച്ച് തീറ്റിക്കേണ്ടതായിട്ടൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.